ഒരിക്കൽ ഒരു ബുദ്ധ സന്യാസിയുടെ അടുക്കൽ വന്നിട്ട് ഒരു ശിഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു. മനസ്സിനെ മതിക്കുന്ന ചിന്തകൾ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഒരല്പം വെള്ളം കൊണ്ടുവരാൻ. ശിഷ്യൻ ഒരു ഗ്ലാസ്സിൽ തെളിഞ്ഞ വെള്ളം കൊണ്ടുവന്ന് ഗുരുവിന് കൊടുത്തു. അടുത്തിരുന്ന ഒരു മഷിക്കുപ്പിയിൽ നിന്ന് ഒരല്പം മഷിയെടുത്ത് ഗുരു ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ മഷി കലർന്ന് പടർന്ന് അത് കറുത്തുപോയി. എന്നിട്ട് ഗുരു ആ ശിഷ്യനോട് പറഞ്ഞു, ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ മഷി കലർന്ന് പടർന്നതുപോലെ നമ്മുടെ മനസ്സിൻ്റെ സ്വച്ഛതയും തെളിമയും ഇല്ലാതാകും. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ മനസ്സിൽ പടരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഉപദേശിച്ചു. ഒരു ദിവസം 30,000 മുതൽ 70,000 വരെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും നെഗറ്റീവ് ചിന്തകളായിരിക്കും. ഈ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് സ്ട്രെസ്സ്, ടെൻഷൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള മാനസിക രോഗങ്ങളാണ് സമ്മാനിക്കുന്നത്. ലോകത്തിൽ 2 തരം ആളുകളാണുള്ളത്. ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചവർ, ശാസ്ത്രജ്ഞർ, എഴുത്തുകാർ, ചിന്തകർ. രണ്ടാമതൊരു വിഭാഗമാണ് ചിന്തകൾ കൊണ്ട് സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തി ജീവിതം നരകതുല്യമാക്കിയവർ. ബുദ്ധിപരമായ നീക്കത്തിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് നമുക്ക് സന്തോഷവും സമാധാനവും വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.